ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് പുറത്തുനിന്ന് വാങ്ങിയാന്നോ? അയ്യോ, ഇത് വാങ്ങിയതല്ല. നേരത്തെ പറഞ്ഞില്ലേ സഹായത്തിന് ഒരു കുട്ടി കൂടി ഉണ്ടെന്ന്. അവളുണ്ടാക്കിയതാ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എവിടെയോ കഴിച്ചതുപോലെ. ഞാൻ ഡ്രൈവറും താൻ ചന്ദ്രാമയെ സഹായിക്കാൻ വന്നതും. ദേ എന്ന് കരുതി എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഞാനുണ്ടല്ലോ കുറെ വർഷങ്ങൾ കൊണ്ട് കൂടിയുണ്ട്. താനിപ്പോ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എന്നെ ഭരിക്കാനൊന്നും നിക്കണ്ട. എടോ ഡ്രൈവറെ, ഞാനേ വെറുതെ ചന്ദ്രാമയെ സഹായിക്കാൻ വന്നതല്ല. ഞങ്ങളെ ഇവിടുത്തെ അകന്നൊരു ബന്ധു കൂടിയാ. അപ്പോ ഇവിടുത്തെ ഡ്രൈവറെ ഭരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഉള്ളവരോട് പറയുന്നുണ്ട് തന്നെ ഇനി വീട്ടിൽ കയറ്റരുതെന്ന്. ഇവിടെ ഉള്ളവരെ സ്നേഹം കാണിച്ച് തനിക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും. ആ വേഷം കെട്ടും കൊണ്ടേ ഈ ചിന്നുന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെന്താ നിന്റെ മുഖം കടന്നില് കുത്തിയ പോലെ ഇരിക്കുന്നെ? ഈ വീട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മഹാനുണ്ടല്ലോ, ഡ്രൈവർ മഹി. വെറുതെ ഓരോന്ന് പറഞ്ഞ എന്റെ തലയെ കയറുവാ. സത്യം പറയാലോ, അയാളുടെ രീതികളൊന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല. നിന്നെ വെറുതെ കളിയാക്കാൻ ഓരോന്ന് പറയുന്നതാ. ആളൊരു പാവാ. പിന്നെ പാവം. അയാളുടെ സംസാരവും പത്രാസും കണ്ടാ തോന്നും രമാദേവിയുടെ ഇളയ മകനാണെന്ന്. ഡ്രൈവർ എന്ന് പറഞ്ഞ വണ്ടി ഓടിക്കണം, അതല്ലേ ജോലി. എന്നാ അയാൾ എപ്പോഴും ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കാണും. ഇത്രയ്ക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാൻ അയാൾ എന്ത് കൈവശാ നിങ്ങൾക്കൊക്കെ തന്നെ? നിന്നെ മാഡത്തിന് ഇഷ്ടപ്പെട്ട അതുപോലെ സ്വാതന്ത്ര്യം തരും. അയ്യോ, അവരുടെ ഇഷ്ടം എനിക്ക് വേണ്ടേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചന്ദ്രാം എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാ ഇവിടുത്തെ താടക കേക്കോ? ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ആദ്യം അവരോട് പറയണം നിർത്തേണ്ടവര് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണോന്ന്. ആ മഹീന്ന് പറയുന്നവന് വീട്ടിനകത്ത് കേറ്റരുതെന്ന് പറയണം. അയാൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അത് മതി. It's time for lunch. It's time for lunch. ഊണിന്റെ സമയമായി. ദേ, നീ ബാക്കിയൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേര്. ഇതൊക്കെ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചേ. ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ. വല്ലപ്പോഴും നരേന്ദ്രൻ ഇവിടെ വരും. പറയുന്ന പോലെ നിനക്കറിയില്ലല്ലോ നരേന്ദ്രനെ. മാഡത്തിന്റെ ബിസിനസ് പാർട്ട്ണറാ. ഇവിടെ വേറെ ആർക്കും അയാളെ ഇഷ്ടമൊന്നുമല്ല. കൊണ്ടുവയ്ക്കും. ചന്ദ്രാമ തന്നെ കൊണ്ടുവച്ചാ മതി, ഞാൻ അതിന്റെ ഇടയിലേക്ക് വരുന്നില്ല. എനിക്കറിയാം എന്താന്ന്. മഹിയോടുള്ള ദേഷ്യം കൊണ്ടല്ലേ? ഇതൊക്കെ ചന്ദ്രനിലേക്ക് ഒറ്റ കൊണ്ടൊക്കെയാണോ? ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പോ സഹായത്തിനൊരു പെൺകുട്ടി കൂടി ഉണ്ട്. ഓ, ഇതൊക്കെ ജൈവമായിരിക്കും അല്ലേ? ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. ഇവിടെയുള്ളവരൊക്കെ കൃഷി ചെയ്യുന്നത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ, അല്ലാതെ കുടുംബത്തിന് ഗുണമുണ്ടാവാൻ വേണ്ടിയല്ല. അയ്യോ, അത് മധുര. എങ്കിൽ പിന്നെ മധുരം കഴിച്ചു തുടങ്ങാം. ഇത് കൊള്ളാമല്ലോ. ഇത് പുറത്തുനിന്ന് വാങ്ങിയാന്നോ? അയ്യോ, ഇത് വാങ്ങിയതല്ല.
നേരത്തെ പറഞ്ഞില്ലേ സഹായത്തിന് ഒരു കുട്ടി കൂടി ഉണ്ടെന്ന്? അവളുണ്ടാക്കിയതാ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എവിടെയോ കഴിച്ചതുപോലെ. ആ കൊച്ചിനോടൊന്ന് പറഞ്ഞേക്കണേ. അല്ലെങ്കിലേ ഞാൻ തന്നെ നേരിട്ട് പറയാം. ആ കൊച്ചിനൊരു സന്തോഷാവുമല്ലോ. ചിന്നു എന്നല്ലേ അവളുടെ പേര് പറഞ്ഞത്? അതെ. ആ, അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. നമ്മൾ പോയാ ചന്ദ്രാമ്മയ്ക്ക് എന്ത് പ്രശ്നമെന്ന് അമ്മയെ പറയുന്നേ? രമാദേവി ചന്ദ്രാമ്മയെ തല്ലൊന്നുമില്ല. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. ചുരുങ്ങിയത് കുറച്ചു നേരത്തേക്കെങ്കിലും. വാ വാ. ഹലോ, അതെ, നിങ്ങളിതെവിടെ പോകുന്നു? ഒന്ന് മാർക്കറ്റ് വരെ. മാർക്കറ്റിലോ? അതിനെന്തിനാ നടന്നു പോന്നേ? ഞാൻ കാറ് കൊണ്ടുവിടാം. നിക്കേ, ഞാൻ കാർ എടുത്തിട്ട് വരാം. ഏയ്, വേണ്ട വേണ്ട, ഞങ്ങക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങൾ പൊക്കോളാം. വാമേ. അല്ല, അവളെവിടെ? അവളെ അവിടെയൊന്നും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? പിന്നെ അവളെവിടെ പോവാൻ? ആ, അവര് മാർക്കറ്റിലേക്കൊന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവളെന്താ നിങ്ങളോട് പറയാതെയാണോ പോയത്? പറഞ്ഞിരുന്നു, രാവിലെ പറഞ്ഞിരുന്നു. പക്ഷേ എപ്പോ പോകുന്നു പറഞ്ഞില്ല. വന്നതേ ഉള്ളൂ. മാർക്കറ്റിലൊന്നും ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട. വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മതി. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ആ, ചേട്ടനെ വിമാനം പറത്തി. നീ എന്താ പറത്താൻ പോന്നെ? എല്ലാരും ആകാശത്തൂടെ പറഞ്ഞാൽ ഭൂമിയിലും ആരെങ്കിലുമൊക്കെ വേണ്ടേ? അമ്മ പേടിക്കാതിരിക്കെ. കുറച്ച് കഴിയുമ്പോ അയാള് വീട്ടിൽ നിന്ന് പോവും. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇനി അവിടെ താമസിക്കുന്ന അത്രയും ദിവസം നരേന്ദ്രനെ പേടിച്ച് ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ നെഞ്ചിലൊരു പെടച്ചില്. ചേച്ചിയെ കുറിച്ചാണെങ്കിൽ ഒരു വിവരവും ഇല്ല. ഫോണും കളഞ്ഞുപോയി. അതെ, വണ്ടിയൊന്നും സൈഡാക്കിയേ.